ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്ന് നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1148 സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവരുടെ വീഡിയോ മുഴുവനായിട്ട് കാണണം. പിന്നെ നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യം എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് റോണിയ എന്നാണ്. നമ്മുടെ കവർ സ്റ്റോറിയിലും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ യാമട്ടോനെയും പെജിൻ്റെയും ഉൾട്ടിയുടെ ഒക്കെ സ്റ്റോറി തന്നെയാണ് കാണിക്കുന്നത്. യാമട്ടോനെ ഫോളോ ചെയ്യുന്ന പെജിയും അതുപോലെ തന്നെ ഉൾട്ടിയും. നമ്മുടെ ഉൾട്ടിയും യാമട്ടോവും നമ്മുടെ കവമാറ്റ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ യാമട്ടോനെ ഫോളോ ചെയ്യുന്നു. ഇതാണ് കവർ സ്റ്റോറിയിലുള്ളത്. ഗംഗു ഫോഴ്സസ് റോണിയ. ദ ഗേൾ ഇൻട്രൊഡ്യൂസ്ഡ് ദ ലാസ്റ്റ് ചാപ്റ്റർ ടു ദ ക്ലിഫ് എഡ്ജ്, ത്രെറ്റനിങ് ടു കിൽ ഹെർ ഇഫ് ദ ജയൻസ് ഡോണ്ട് ഒബേ ദ ഹോളി നൈറ്റ്സ്. അപ്പോൾ ഇത് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത റോണി എന്ന് പറയുന്ന ഗേളിനെ നമ്മുടെ ഗംഗു ഒരു ക്ലിഫിൻ്റെ എഡ്ജിലേക്ക് കൊണ്ടുപോവുകയോ അതിനുശേഷം നമ്മുടെ ജയൻസിനെ ത്രെറ്റൻ ചെയ്യാൻ നിങ്ങൾ ഞങ്ങളെ ഓർഡർ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടീനെ ഞാൻ കൊല്ലുമെന്ന്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് റോബിൻ വേഴ്സസ് സമേഴ്സ്. റോബിൻ അപ്പിയേഴ്സ്, യൂസസ് ഹെർ പവേഴ്സ് ടു ബ്രേക്ക് സമേഴ്സ് ബാക്ക് ആൻഡ് manifest multiple arms to throw him away. He returns and tries to kill Robin with his thrones, only to discover it was a clone. The real Robin went to rescue the Straw Hats. റോബിൻ നമ്മുടെ സമേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. റോബിൻ തൻ്റെ എബിലിറ്റി ഉപയോഗിച്ച് നമ്മുടെ സമേഴ്സിനെ പിടിച്ച് കുറച്ച് ദൂരത്തിലേക്ക് കളയുകയാണ്. അതിനുശേഷം നമ്മുടെ സമേഴ്സ് തിരിച്ചു വരികയും എന്നിട്ട് റോബിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും തൻ്റെ ത്രോണ് കൊണ്ട്. പക്ഷേ അത് വെറും ഒരു ക്ലോണ് മാത്രമായിരുന്നു. അതേസമയം നമ്മുടെ ശരിക്കുള്ള റോബിന് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയിട്ടുണ്ടാകും. ജറൂൾ ഓർഡേഴ്സ് എൻജി ടു ബേൺ വാൾവേഴ്സ് സ്കൂൾ ടു സേവ് ദ ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ ജറൂൾ ഓർഡർ ചെയ്യും നമ്മുടെ എൻജിനോട് നമ്മുടെ സ്കൂൾ കത്തിച്ച് കളയാൻ, നമ്മുടെ കുട്ടികളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ള സീനിൽ സമേഴ്സ് ഫോളോസ് ദ റിയൽ റോബിൻ ആൻഡ് ട്രാപ്സ് ഹെർ, preparing to attack, but suddenly Gaban appears and casually slashes his hand, leaving him badly wounded and he doesn't recover. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സമേഴ്സ് നമ്മുടെ റോബിനെ ഫോളോ ചെയ്യും, എന്നിട്ട് നമ്മുടെ റോബിനെ ട്രാപ്പ് ചെയ്യും. എന്നിട്ട് നമ്മുടെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഗബാൻ എവിടെ നിന്നോ വന്നിട്ട് നമ്മുടെ സമേഴ്സിൻ്റെ കയ്യിലൊരു വൂണ്ട് കൊടുക്കും. പക്ഷേ അത് നമ്മുടെ സമേഴ്സിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അടുത്ത ചാപ്റ്ററിൽ നമുക്ക് നമ്മുടെ പുതിയ തരം ഹാക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ തരം ടെക്നിക്കിനെ കുറിച്ചോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്കറിയാം നമ്മുടെ ഹോളി നൈറ്റ്സിനും അതുപോലെ തന്നെ എൽഡേഴ്സിനും റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ ഇത് പറഞ്ഞിരിക്കുന്നത് വെച്ച് നമ്മുടെ ഗബാൻ്റെ അറ്റാക്ക് കൊണ്ടതിന് ശേഷം അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ സംഭവം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനും പഠിക്കേണ്ടി വരും. അല്ലാതെ നമ്മുടെ ഈ റീജനറേഷൻ എബിലിറ്റി ഉള്ളവരോടായിട്ട് ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് പറ്റുകയില്ല. അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രമാണ് ഈ സ്പോയിലേഴ്സിലുള്ളത്. നമുക്കെന്തെങ്കിലും കാര്യം ഉറപ്പിച്ച് പറയണമെങ്കിൽ നമ്മുടെ ചാപ്റ്റർ ഇറങ്ങിയാലേ പറ്റൂ. ഇത് പറഞ്ഞിരിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ചാപ്റ്റർ ഒരു ചെറിയ ചാപ്റ്റർ ആകാനാണ് ചാൻസ്. പക്ഷേ പുതിയൊരു പവറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ 5 എൽഡേഴ്സിനെ, എങ്ങനെയാണ് നമ്മുടെ ഹോളി നൈറ്റ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ പറ്റിയേക്കും. ഒരു പക്ഷേ ആ ഈ ഒരു അറ്റാക്കോട് കൂടി ഈ ചാപ്റ്റർ എൻഡാകാനും ചാൻസ് ഉണ്ട്. എന്തായാലും ഈ ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ.